സംസ്ഥാനത്ത് സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് ജി-ടെക് എഡ്യൂക്കേഷൻ. 1003 വനിതകൾക്ക് സൗജന്യ പരിശീലനവും ജോലിയും നൽകുന്ന വുമൺ പവർ പദ്ധതിയുമായി ജി-ടെക് മുന്നേറുകയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് റോട്ടറി ഇന്റർനാഷണൽ 3204 സഹകരണത്തോടെയാണ് പദ്ധതിയുടെ 4ാം ഘട്ടം നടപ്പാക്കുന്നത്. 35 വയസ്സ് വരെ പ്രായമുള്ള വനിതകളെയാണ് പരിശീലനത്തിനായി പ്രത്യേകം തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ എസ് ജയശ്രീ നിർവഹിച്ചു. കാലഘട്ടം മാറിയതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ മാറിയ ഈ സന്ദർഭത്തിൽ ധാരാളം സ്ത്രീകൾ ജോലിസ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുമുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ഏറ്റവും അടുത്ത സമയത്ത് നമ്മുടെ വിഷൻ 2031 എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരു സർവേയിൽ കണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ ഒരു 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ, അതായത് സ്ത്രീകളെ സംബന്ധിച്ചോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള ഏജാണ് ഈ 25 മുതൽ 35 വരെയുള്ള. പക്ഷെ നമ്മുടെ സാമൂഹിക ക്രമം അനുസരിച്ചിട്ട് ഈ പ്രായത്തിലാണ് മിക്കവാറും പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതും അമ്മമാരായി മാറുന്നത്. അപ്പോൾ ഈ ഏറ്റവും പീക്കിലുള്ള 10 വർഷം നമ്മുടെ സ്ത്രീകൾ ജോലി ഇല്ലാതെ ഇരിക്കുക. അങ്ങനെ ഒരു വളരെ ഗൗരവതരമായ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് ഈ സമയം. ജി-ടെക്കിന്റെ തന്നെ ജോബ് പ്ലേസ്മെന്റ് ആയ ജോബ്സ് ബാങ്കിലൂടെയാണ് തൊഴിൽ ഉറപ്പുവരുത്തുന്നത്. ഇന്ത്യയിലെ എല്ലാ ജി-ടെക് സെന്ററുകളിലൂടെ നേരിട്ടും ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജി-ടെക് വുമൺ പവർ പദ്ധതിയുടെ 4ാം ഘട്ടം മാർച്ച് 8 കോഴിക്കോട്ട് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായിട്ട് എല്ലാ വർഷവും 1000 വനിതകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് സൗജന്യമായി അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് ജി-ടെക് വുമൺ പവർ. എല്ലാ വർഷവും നമ്മൾ ഈ പദ്ധതി ചെയ്യുന്നത് ഇന്റർനാഷണൽ വുമൺസ് ഡേയോട് ബന്ധപ്പെട്ടിട്ടാണ്. മാർച്ച് 8 നടത്തുന്ന ഇന്റർനാഷണൽ വുമൺ ഡേക്കാണ് ഈ പദ്ധതി ആരംഭിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ പദ്ധതി പ്രകാരം SSLC പാസ്സായിട്ടുള്ള 35 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, 40 വരെ ഒക്കെ പോകാൻ കുഴപ്പമില്ല. കാരണം അങ്ങനെ ഏജ് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലുള്ള സമയത്ത് അവർക്ക് ജോലിക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായിട്ട് ജോലി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ജി-ടെക് ചെയർമാൻ മെഹറൂഫ് മണലുടി അധ്യക്ഷനായി. ജി-ടെക് GM KB നന്ദകുമാർ, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, അക്കാദമി HOD ജോസഫ് തോമസ് എന്നിവർ പങ്കെടുത്തു.